യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തു നിന്നും മാത്രമല്ല, പാലക്കാടിന്റെ MLA സ്ഥാനത്തു നിന്നുകൂടി രാഹുൽ രാജിവെക്കണമെന്ന ആവശ്യം ഇന്ന് രാവിലെ മുതൽ കോൺഗ്രസ് ക്യാമ്പിൽ നിന്നും ഉയർന്നു തുടങ്ങി. രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡ് നേതാക്കളുമായി സംസാരിച്ചു. VM സുധീരനും രാജി വേണമെന്ന ആവശ്യം ഉന്നയിച്ചു. പിന്നാലെ ഉമാ തോമസ്, ബിന്ദു കൃഷ്ണ, ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ള ഒരു കൂട്ടം നേതാക്കൾ രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട് രംഗത്തെത്തി. എന്നാൽ രാജിക്കായുള്ള മുറവിളിക്ക് മുന്നിലേക്ക് രാഹുൽ അവസാന പിടിവള്ളിയായി ഒരു ചെക്ക് മുന്നോട്ട് വെച്ചു. അത് ഒരു ശബ്ദ സന്ദേശമായിരുന്നു. തിരുവനന്തപുരത്തെ ഒരു മാധ്യമപ്രവർത്തകനും രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ച ട്രാൻസ് വുമണായ അവന്തികയും തമ്മിലുള്ള സംഭാഷണം. തനിക്കെതിരെ നടക്കുന്നത് ഒരു ഗൂഢാലോചനയെന്ന് പറഞ്ഞു വെക്കുകയാണ് രാഹുൽ. സംഭാഷണത്തിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയാണ്: രാഹുലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതിയുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകൻ അവന്തികയോട് ചോദിക്കുന്നു. ഇല്ല എന്ന് മറുപടി. മാത്രമല്ല, രാഹുൽ തൻ്റെ അടുത്ത സുഹൃത്താണ് എന്നും ഇത്തരമൊരു ആരോപണം തനിക്കില്ല എന്നും അവന്തിക സംഭാഷണത്തിൽ പറയുന്നുണ്ട്. അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ രാഹുൽ പ്ലേ ചെയ്ത് കേൾപ്പിച്ചു. എനിക്ക് പേഴ്സണലി അങ്ങനെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടായാൽ എനിക്കത് തുറന്നു പറയാനുള്ള ബോധവും വിവരവും എല്ലാം ഉള്ള വ്യക്തിയാണ് ഞാൻ ഇതുവരെ ആർക്കും കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല. രാഹുൽ എന്നെ സംബന്ധിച്ച് എന്റെ നല്ലൊരു സുഹൃത്താണ്. എന്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടുമില്ല. പിന്നാലെ ഈ വിഷയത്തിലെ അവന്തികയുടെ വിശദീകരണവും എത്തി. അത് ഞാൻ വെളിപ്പെടുത്തുന്നതിന് ഈ കാര്യം സംസാരിക്കുന്ന മുന്നേ ഉള്ള ഓഡിയോ ആണ്. അന്ന് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടർ തന്നെയാണ് പിന്നെ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞത്. റിപ്പോർട്ടർ എന്റെ അടുത്ത് സംസാരിക്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പേടിച്ചിട്ടായിരുന്നല്ലോ അന്ന് സംസാരിക്കാതിരുന്നേന്ന്. ശരിയാണ്, അന്ന് ഞാൻ പേടിച്ചിട്ടാണ് അന്ന് സംസാരിക്കാതിരുന്നത്. അപ്പൊ ഈ പഴയ ഓഡിയോ ക്ലിപ്പാണ് ഇപ്പൊ പറയുന്നത് അല്ലേ? അതെ അതെ, ഇടയ്ക്കുള്ള ഓഡിയോ ക്ലിപ്പ് ഒന്നും അല്ലല്ലോ അത്. പഴയ ഒരു ഓഡിയോ ക്ലിപ്പാണ്. രാഹുലിന്റെ രാജി ഇന്ന് തന്നെ ഉണ്ടാകുമെന്നായിരുന്നു ആദ്യം പുറത്തു വന്നിരുന്ന സൂചനകൾ. എന്നാൽ രാജി വേണമെന്ന് ആവശ്യപ്പെടുന്ന നേതാക്കൾക്ക് മുന്നിലേക്ക് ഒരു പ്രതിരോധം സൃഷ്ടിക്കുകയാണ് ഏറ്റവും ഒടുവിൽ രാഹുൽ. മറ്റു പരാതികളുടെ നിജസ്ഥിതി എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട തനിക്ക് ഉത്തരവാദിത്വം ഒന്നുമില്ല എന്ന് രാഹുൽ പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. കൂടുതൽ വിഷയങ്ങളിൽ പിന്നീട് പ്രതികരിക്കാമെന്നാണ് രാഹുൽ പറയുന്നത്. എന്തായാലും തിടുക്കപ്പെട്ട് രാഹുലിന്റെ രാജി ചോദിച്ചു വാങ്ങേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തിയിട്ടുണ്ട്. കൂടുതൽ ആലോചനകൾ ഇന്നും ഉണ്ടാകും. രാജി ഉണ്ടെങ്കിൽ തന്നെ അത് നാളെയാകാനാണ് സാധ്യത. അമൽ തേനപ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.